ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 പുറത്തിറങ്ങിയ ദി അൺജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ എന്തായാലും വള്ളയും പറയുന്നില്ല. പക്ഷേ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് അത് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും അത്രയും മാത്രം മതി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ കൊറിയയിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ന്യൂസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി തന്നെ തുടങ്ങുന്നത്. വേറെ ഒന്നുമല്ല, കൊറിയയിലെ ഏതോ ഒരു നാട്ടിലെ സ്കൂൾ പെൺകുട്ടികളെ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടു പോയിട്ട് ഏതൊരു സൈക്കോ കില്ലർ എല്ലാവരെയും കൊല്ലുന്നു. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം അടുത്തുള്ള ഒരു പുഴയിൽ നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങള് ടിവിയില്, പാർക്കില്, ഈ സ്ക്രീനുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇട്ട് ഇങ്ങനെ കാണിക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും പോലീസിന് ഇതുവരെയും കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ ഒരു കാര്യമെല്ലാം കണ്ട് അവിടുത്തെ പ്രസിഡന്റിന് വരെ അത്രയും ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇതുപോലൊരു കൊലയാളിയെ പിടിക്കാൻ കഴിയാത്തത് നിങ്ങൾ എല്ലാവരുടെയും തെറ്റാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായാലും അത്രയും പ്രഷറാണ്. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് കൊലയാളിയായിട്ട് സംശയിക്കുന്ന ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ പുറകെ പോയിട്ട് അവരെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഒരു തന്നെ ഓടിച്ച് അവനാണ് കൊലയാളിയെന്നും പറഞ്ഞിട്ട് അവനെ ഓടിച്ച് രണ്ട് പോലീസുകാർ പുറകെ തന്നെ പോകുന്നു. ഇവർ കൊലയാളിയെന്ന് സംശയിക്കുന്ന ആ ഒരുത്തന്റെ കയ്യിലാണെങ്കിലും ഒരു തോക്കിരിപ്പുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. ഈ രണ്ട് പോലീസുകാർ വന്നിട്ട് ഹേയ്, തോക്ക് മര്യാദയ്ക്ക് താഴെ വയ്ക്ക്, നമുക്ക് പരസ്പരം സംസാരിച്ച് തീർക്കാം, ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറയുമ്പോൾ ആ തോക്ക് കയ്യിൽ വെച്ചിരിക്കുന്നവനാണെങ്കിലും പറയും, നിങ്ങളെന്തിനാ എന്റെ പുറകെ വരുന്നേ, ഒരിക്കലും ഞാനല്ല കൊലയാളി എന്നെല്ലാം പറഞ്ഞ അവൻ ദേഷ്യം കാണിക്കുന്നതും കൂടെ നിൽക്കുന്ന ആ ഒരു പോലീസുകാരൻ ഇതെല്ലാം കേട്ട് എന്തോ ഒരു ദേഷ്യം വന്നിട്ട് കൊലയാളി എന്ന് സംശയിക്കുന്ന ആ ഒരുത്തിന് തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പോൾ ആകെ പ്രശ്നമായി. വേറെ ഒന്നുമല്ല, ഇവരാകെ കൊലയാളി എന്നും പറഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് വെച്ചിരുന്ന ഒരേ ഒരുത്തൻ ആ ഒരുത്തൻ മാത്രമാണ്. അവനെ കൊന്നതോടെ ഇവർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇപ്പോൾ പ്രതിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും മറ്റൊരുത്തനെ കൊണ്ടുവന്ന് അതെങ്ങനെയും തീർക്കാനായിട്ട് ഈ പോലീസുകാർ ശ്രമിക്കുമല്ലോ. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഹെഡ് വന്നിട്ട് ചീഫിനെ വിളിച്ചിട്ട് ഇതേപോലെ പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ നിങ്ങൾ കൊന്ന ആ ഒരുത്തൻ അവൻ കൊലയാളിയാണോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അതുമല്ല അവൻ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള തെളിവ് പോലുമില്ല. പിന്നെ എന്തെന്നും പറഞ്ഞിട്ട് അവനെ കൊന്നത്. അതുമല്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയാലോ, അവളുടെ ശരീരത്ത് കൊലയാളിയെന്ന് സംശയിക്കുന്ന ആളുടെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബോഡി വെള്ളത്തിൽ നനഞ്ഞതുകൊണ്ട് തന്നെ ആ ബ്ലഡ് സാമ്പിൾസിന്റെ DNA റിസൾട്ട് അറിയാൻ വേണ്ടി കുറച്ച് താമസം എടുക്കുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ കൊന്ന ആ ഒരുത്തൻ ഒരു കൊലയാളിയാണെന്ന് പോലും തെളിവില്ല. അതുപോലെ ഇപ്പൊ ആ ഒരുത്തനെ കൊന്ന ആ ഒരു പോലീസുകാരൻ അവന്റെ മകളെ ഇതേപോലെ ആ ഒരു കില്ലർ തട്ടിക്കൊണ്ട് പോയിട്ട് കൊന്നിട്ടുണ്ട്. ആ ഒരു ദേഷ്യം കാരണമാണ് ഈ ഒരുത്തനെ കൊന്നതെന്ന് വെളിയിൽ എല്ലാവരും ഇനി പറഞ്ഞുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ ഇതേപോലെ അവർ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നെന്നുള്ള കാര്യം ഒരു കാരണവശാലും വെളിയിൽ അറിയാൻ പാടില്ല. അതേപോലെ തന്നെ യഥാർത്ഥ കൊലയാളിയെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതിൻ്റെ ഉള്ള ഭവിഷ്യത്ത് അനുഭവിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും, സാർ ഇത്ര പെട്ടെന്ന് എന്തായാലും തീരുമാനം എടുക്കരുത്. ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരുത്തനുണ്ട്. അവൻ എന്തായാലും നമുക്ക് ഈ ഒരു കേസ് ഏൽപ്പിക്കാം. ദേ ഇപ്പൊ തന്നെ ഇവിടെയുള്ളൊരു വലിയ ബിസിനസ്സുകാരൻ അയാൾ എന്തോ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പേടിയുമില്ലാതെ അയാളെ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവന് വെച്ച് ഈ ഒരു കേസ് ഞാൻ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം, എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ഇപ്പോൾ ഹീറോയെ കാണിക്കുകയാണ്. ചീഫ് ഇത്രയും നേരം ഒരുത്തനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, ആ ഒരുത്തനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഹീറോയും തന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അവരുടെ ബോസ് ആയിട്ടിരിക്കുകയാണ്. അതുമല്ല ഹീറോയോടൊപ്പം എപ്പോഴും കൂടെ നടക്കുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോൺലി. ഈ സമയമൊക്കെ നമ്മുടെ ഡോൺലി മൂവിയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയമായതുകൊണ്ടായിരിക്കും ഇതുപോലെ ഹീറോയുടെ കൂടെ നടക്കുന്ന ആ ഒരു ക്യാരക്ടറുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ എന്തായാലും പുള്ളി വേറെ ലെവലായി. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഒരു കമ്പനിയിൽ എന്തോ അഴിമതി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെയ്ഡിന് വേണ്ടി പോയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു കമ്പനിയുടെ ഓണർ അവിടേക്ക് വരുന്നു. നമ്മുടെ ഹീറോയെ നേരത്തെ തന്നെ അവനെ അറിയാം. അങ്ങനെ ആ ഒരു ഓണർ ആയാലും നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളുടെ അളിയൻ വന്ന് എന്നോട് പണം ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പണം തന്നെ കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, എന്നിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതൊന്നും വലിയ കാര്യമാക്കാതെ നേരെ ഓഫീസിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഗവൺമെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വക്കീലിനെ കാണിക്കുകയാണ്. ഈ ഒരു വക്കീലാണെങ്കിൽ നമ്മുടെ ഹീറോ നേരത്തെ ഒരു വലിയ ബിസിനസ്മാനെ അറസ്റ്റ് ചെയ്തല്ലോ, ആ ഒരു കമ്പനിയുടെ ചെയർമാൻ. അയാളെ അറസ്റ്റ് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു വക്കീലും വരുന്നു. അതുപോലെ ഈ ഒരു വക്കീലിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് കേസുകൾ വാദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വക്കീൽ ചെയ്യുന്നതോ നേരെ അകത്തേക്ക് കയറി വന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബട്ടൺ അങ്ങ് ഓഫ് ചെയ്തിടും. എന്നിട്ടാണ് ആ ഒരു ചെയർമാനോട് പറയുന്നത്, സാർ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം എന്നാ ഒരു വക്കീല് പറയുമ്പോൾ ആ ഒരു ചെയർമാൻ ആണെങ്കിൽ ഈ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടി നമ്മുടെ ഹീറോയ്ക്കിട്ട് എങ്ങനെ നല്ലൊരു പണി കൊടുക്കാം
എന്ന് മാത്രമാണ് അയാളുടെ ചിന്ത. വേറെ ഒന്നുമല്ല, ഈ ഒരു ചെയർമാനും നേരത്തെ കാണിച്ച ആ ഒരു കമ്പനി ഓണർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് നടത്തുന്നത്. അതുപോലെ ചെയർമാൻ അറസ്റ്റ് ആവുന്നതിന് മുന്നേ ഗവൺമെന്റിൽ നിന്നും ഈ ഒരു ബിൽഡിംഗ് കെട്ടാനായിട്ടുള്ള കോൺട്രാക്ട് നമ്മുടെ ചെയർമാനാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഈ ചെയർമാൻ അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് ഇപ്പോൾ നേരെ നമ്മുടെ ഓണറിന്റെ കയ്യിലേക്ക് എത്തി. അതിന് കാരണം എന്താണ്? നമ്മുടെ ഹീറോ ചെയർമാനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചെയർമാന് ഹീറോയുടെ അത്രയും ദേഷ്യം. അതുകൊണ്ട് അവനോട് എനിക്ക് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം, അതിന് എന്നെ സഹായിക്കേണ്ടത് നീയാണെന്നും പറഞ്ഞ് നമ്മുടെ വക്കീലിനോട് ആ ഒരു കാര്യവും പറയുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ മറ്റൊരു പ്രശ്നം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ 3-4 വർഷമായിട്ട് ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കേസുകളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊമോഷന് വേണ്ടിയിട്ടും ഹീറോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷേ ഹീറോ ഈ ഒരു പോലീസ് ജോലിയിലേക്ക് ഈ എക്സാമോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടല്ല കയറിയിട്ടുള്ളത്, വേറൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് കൊടുക്കാനുള്ള ആ ഒരു പ്രൊമോഷൻ അവന്റെ ഓഫീസിൽ തന്നെ മറ്റൊരുത്തന് കൊടുക്കാണ്. ഇതും കൂടി അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിഷമമുണ്ട്. അതുമല്ല, പ്രൊമോഷൻ കിട്ടിയ ആ ഒരു സന്തോഷത്തില് ആ ഒരാളുടെ ടീമും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ ടീമും തമ്മിൽ ചെറിയ രീതിയിൽ വഴക്കുണ്ടാകുന്നു. അതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഡോളിയാണ്. പുള്ളിക്കാരൻ വന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ഹീറോ ആണെങ്കിൽ ആൾറെഡി നല്ല ദേഷ്യത്തിലിരിക്കല്ലേ. ഈ ഒരു ദേഷ്യം ആരോട് തീർക്കണമെന്ന് അറിയാതെ നമ്മുടെ ഡോഡ്ലി അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഡോഡ്ലി ഒരു ഒറ്റയടി. അതേസമയം ഇന്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന രണ്ടുപേര് ഹീറോയെ കാണാനായിട്ട് വരികയാണ്. ഇവരെ വിട്ടത് വേറെ ആരുമല്ല, അവരുടെ ആ ഒരു ചീഫാണ്. നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു ജോലി ആൾറെഡി 2 പോലീസുകാർ അവർ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ. ആ ഒരു കാര്യം മറച്ചുകൊണ്ട് യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഒരാളെ റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ജോലിയും കൂടിയാണ്. അപ്പൊ ഈ ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയോട് പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ഒരിക്കലും ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്. അവരാണ് ഇന്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടീം. അതുകൊണ്ട് അവരെ വെച്ചിട്ടാണ് നമ്മുടെ ചീഫ് ഹീറോയെ ഇപ്പോ ആ ഒരു കേസിലേക്ക് പറഞ്ഞു വിടാൻ പോകുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും, ഇതേപോലെ കമ്പനി ഓർഡർ ഉണ്ടല്ലോ, അവന്റെ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പണം പോയതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കമ്പനി ഓർഡർ നിങ്ങൾക്ക് കൈക്കൂലി തന്നാണ്. അതുമല്ലാതെ നിങ്ങളുടെ ടീമിലുള്ള ഓരോരുത്തരും പല രീതിയിൽ തെറ്റുകൾ ചെയ്ത മിക്ക ഫയൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ആളുകൾ വരും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ അവരെ ഭീഷണിപ്പെടുത്തുന്നതും. അത് കഴിഞ്ഞ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും അവന്റെ ടീമും ഒരിടത്തിരുന്ന് ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാനും നല്ലതുപോലെ മദ്യപിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ ആ ഒരു ചീഫ് ഉണ്ടല്ലോ, അയാൾ ഇതിനകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും വെളിയിൽ നിർത്തി നമ്മുടെ ഹീറോയോട് ഇപ്പൊ സംസാരിക്കുകയാണ്. ഇയാൾ സംസാരിക്കാൻ വരുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. ദയവ് നോക്ക്, നിന്റെ പുറകെ തന്നെ ഇന്റേണൽ അഫയേഴ്സ് ആ ഒരു ടീമുണ്ട്. അതുമല്ല 3-4 വർഷമായിട്ട് നിനക്ക് പ്രൊമോഷനും കിട്ടുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി തരാം. നീ നിന്റെ ടീമും ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങളുടെ മേലിലുള്ള എല്ലാ ബ്ലാക്ക് മാർക്കും ഞാൻ എടുത്തു തരും. നിങ്ങൾ അതിനുവേണ്ടി എനിക്ക് ചെയ്യേണ്ടത് 2 കാര്യം മാത്രം. ഒന്നാമത്തെ കാര്യം, അവനാണ് കൊലയാളി എന്ന് അറിയാതെ ഒരുത്തനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള 2 പേര് ഷൂട്ട് ചെയ്ത് കൊന്നു. ആ ഒരു കാര്യം എല്ലാവരിൽ നിന്നും മറയ്ക്കണം. അവന്റെ ശരീരം നീ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥ സീരിയൽ കില്ലറിനെ പിടിക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ ഒരുത്തനെ നീ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. ഈ ഒരു 2 കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാലേ നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആയാലും വേറെ ഒന്നും ആലോചിക്കത്തില്ല. ഹീറോയ്ക്ക് വേണ്ടിയിട്ടും ഹീറോയുടെ ടീമിന് വേണ്ടിയിട്ടും ചീഫ് പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാണ്. അതിനുശേഷം കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സംശയിക്കുന്ന ഒരാളെ ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ, ആ 2 പോലീസുകാർ തന്നെ അയാളുടെ ശരീരം നമ്മുടെ ഹീറോയ്ക്ക് കൈമാറുന്നു. അതേപോലെ തന്നെ അവൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു തോക്കും നമ്മുടെ ഹീറോയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാറും അവന്റെ ശരീരവും നേരെ ഈ ഒരു കാറെല്ലാം ക്രഷ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ ശരീരം അതിനുള്ളിൽ വെച്ച് തന്നെ ക്രഷ് ചെയ്ത് ഇതിനെ സംബന്ധിച്ചുള്ള ഫയലും മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം കത്തിച്ച് കളഞ്ഞ് ഹീറോയുടെ ടീം പോലും അറിയാതെയാണ് ഹീറോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതെന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഈ ഒരു കാറിനുള്ളിൽ ബോഡി വെച്ച് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്ക് ഒരുപാട് ദിവസം കഴിഞ്ഞ് സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കത്തില്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ ന്യൂസ് പേപ്പറിലും ന്യൂസിലും മൊത്തമായിട്ടും നമ്മുടെ ഹീറോ ആണ് ഇപ്പൊ ഈ ഒരു കേസ് ഉണ്ടല്ലോ, ആ ഒരു സീരിയൽ കില്ലറിന്റെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ വക്കീൽ ഇങ്ങനെ കാണുന്നു. നമ്മുടെ വക്കീൽ അത് കാണുന്നത് നല്ലതുപോലെ ടെൻഷൻ അടിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ആ ഒരു ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വക്കീൽ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു കേസും കയ്യിൽ കൊടുത്ത് ഹീറോയെ കുറച്ചുകൂടി മുകളിലേക്കാണല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് വക്കീല് ഷടാ ഇതിപ്പോ വലിയ കാര്യമായി പോയെന്ന് പറഞ്ഞിട്ട് ഇതിന് ശേഷം ഞാൻ അവനോട് എങ്ങനെ പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിലാണ് വക്കീൽ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ടീമിനെ കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു ഓഫീസിൽ നിന്നും ഇവരാണല്ലോ ആ ഒരു കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ഓഫീസ് മുറിയും കേസ് അന്വേഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമല്ല, ഇവർ ആൾറെഡി തന്നെ ഒരു 5 പേരെ സംശയിക്കുന്നുണ്ട്, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കൊലയാളി എന്ന് പറഞ്ഞിട്ട്. അതുമല്ല, ഇതിനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഇവരുടെ കയ്യിലുണ്ട്. അതിലൊരുത്തിനാണ് ആദ്യമേ പോലീസ് സംശയിച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ബാക്കി 4 പേര്. അതുമല്ല, ഇവർക്കാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ആ ഒരു കൊലയാളിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് ഒരുത്തിനെ റെഡിയാക്കണമല്ലോ. അപ്പൊ
അപ്പൊ ഈ ഒരു 4 പേരില് ആരെങ്കിലും ഒരാളെ പ്രതിയായിട്ട് ഇവർക്ക് തിരഞ്ഞെടുത്തേ പറ്റൂ. അങ്ങനെ ഓരോരുത്തരെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഒരുത്തനാണെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കാണ്. വേറൊരുത്തനാണെങ്കിലോ അവന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവനൊരു സ്ത്രീയായിട്ട് മാറി, അത് ഓപ്പറേഷൻ എല്ലാം ചെയ്ത്. ഇനി മൂന്നാമതുള്ള ഒരുത്തൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ജയിലിലാണുള്ളത്. അവസാനമായിട്ട് 4ാമത് ഒരുത്തനുണ്ട്. അവനെ നോക്കുമ്പോഴത്തേക്കും ഹീറോ അന്വേഷിച്ചതുപോലെ തന്നെ ഹീറോയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഒരുത്തനാണ് കിട്ടിയിട്ടുള്ളത്. അവനാണെങ്കിൽ ഇപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞ് 5ൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അതേപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഭാര്യയും. അതുമല്ല, ആ ഒരു പെൺകുട്ടികളുടെ ക്രൈം നടക്കുന്ന ആ ഒരു സമയത്ത് ഇവൻ അവന്റെ ഫാമിലിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് അവന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറെ വർഷങ്ങൾക്ക് മുന്നേ ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിൽ ഇവനെയും ജയിലിൽ പിടിച്ചിട്ട് ഒരുപാട് വർഷം ജയിലിൽ കിടന്നിട്ടാണ് അവൻ റിലീസായിട്ട് ഇപ്പൊ ഈ ഒരു രീതിയിൽ ഒരു കുടുംബമുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളാണ് ഇതുപോലെ ആ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് ഇവനെ തന്നെ പ്രതിയാക്കാന്നുള്ള രീതിയിൽ ഹീറോ തീരുമാനിക്കും. അതുമല്ല, ഇതുപോലെ ഇവനെ ഫേക്ക് ആയിട്ട് ഒരു പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഹീറോയുടെ ടീമിലുള്ള ആർക്കും അതേപോലെ തന്നെ ഡോൺലിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുന്നത് പോലെ ചെറിയ രീതിയിലുള്ള നാടകങ്ങളെല്ലാം നമ്മുടെ ഹീറോ കളിക്കുന്നുണ്ട്. പക്ഷെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വക്കീലാണെങ്കിലോ ഹീറോ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പിടിച്ച് ഹീറോയ്ക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടി ഹീറോ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടി ഒരുത്തനെ പുറകെ പറഞ്ഞു വിടും. പക്ഷെ ഇവര് രണ്ടുപേരും പോലീസുകാരല്ലേ. ഒരാൾ ഒരുപാട് നേരമായിട്ട് ഇവരെ വാച്ച് ചെയ്ത് പുറകെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാതെയാണ്. ഒരിക്കലും അല്ല. അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തി പുറകെ വരുന്ന ആ ഒരു വക്കീലിന്റെ അസിസ്റ്റന്റ് അവനെ പിടിച്ച് നല്ലതുപോലെ അടിച്ചിട്ട് ഇവർ കാര്യം തിരക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് വക്കീൽ പറഞ്ഞു വിട്ടിട്ടാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. അതേസമയം ഇവിടെ നമ്മുടെ ചെയർമാനെ കാണിക്കുമ്പോഴത്തേക്കും ചെയർമാൻ ആണെങ്കിലോ നമ്മുടെ വക്കീലിന് ഇപ്പോൾ ഒരുപാട് പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോയെ എങ്ങനെ പിടിച്ച് ഹീറോയ്ക്ക് നല്ലൊരു പണി കൊടുക്കണം. ചെയർമാൻ അങ്ങനെയാണ് അവനോടുള്ള ഒരു പ്രതികാരം തീർക്കേണ്ടത്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പൊ ആ ഒരു ഓണറിനെ കാണാനായിട്ട് പോവാണ്. അതുമല്ല, ഹീറോ ഇപ്പൊ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു തന്നെ നമുക്ക് എന്തായാലും ചോയ് എന്ന് വിളിക്കാം. ഇപ്പൊ ചോയെ പിടിച്ചു കഴിഞ്ഞാലും അവനാണ് കുറ്റം ചെയ്തതെന്ന് അവനായിട്ട് സമ്മതിക്കാതെ ഒരിക്കലും നമ്മുടെ ഹീറോയ്ക്ക് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും അവനാണെന്ന് അവൻ സമ്മതിക്കണമല്ലോ. അതിനുള്ള തെളിവില്ലാത്തത് കൊണ്ടാണ് അവനായിട്ട് തന്നെ അത് സമ്മതിക്കേണ്ടത്. അതിനുവേണ്ടി ഹീറോ ഇപ്പൊ പോകുന്നത് ആ ഒരു ഓണറിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് ചെല്ലാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ഒരു ഓണറിന്റെ കമ്പനിയിലെ അഴിമതി കേസുണ്ടല്ലോ, അതിനെപ്പറ്റി അന്വേഷിക്കുന്നത് ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ ഒരു ഓണറിനെ കൊണ്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യിക്കാം എന്നുള്ള രീതിയിലാണ് ഹീറോ ഇപ്പോൾ ഓണറിനോട് വന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിനക്കിപ്പോ ഒരു പുതിയ പ്രോജക്റ്റ് വന്നു എന്നറിഞ്ഞു. ആ ഒരു പ്രോജക്റ്റ് നിന്റെ കയ്യിൽ നിന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കമ്പനിക്കെതിരായിട്ടുള്ള ആ ഒരു അഴിമതി കേസ് അത് കുത്തിപ്പൊക്കി വീണ്ടും നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. വേറെ ഒന്നുമല്ല, ആ ഒരു സീരിയൽ കില്ലർ കേസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ പ്രതിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് ചോയ് എന്ന് പറഞ്ഞ ഒരു തന്നെയാണ്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ ഒരു കുറ്റം സമ്മതിപ്പിക്കണം. ഈ ഒരു കാര്യം നീ ചെയ്തു കഴിഞ്ഞാല് നിനക്കെതിരെയുള്ള എല്ലാ കേസുകളും ഞാൻ ഇല്ലാണ്ടാക്കും. പിന്നെ നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഇത് നീ ചെയ്യാൻ തയ്യാറില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി ഹീറോ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് വന്ന് ആ ഒരു വക്കീലിന്റെ ആള് ഹീറോയെ ഫോളോ ചെയ്തല്ലോ. ആ ഒരു കാര്യം എന്തിനാണെന്ന് ഹീറോയ്ക്ക് അറിയണ്ട. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ വക്കീലിനെ വിളിച്ച് ഇനി ഒരു തവണ കൂടി നിങ്ങൾ അവനെ എന്റെ പുറകെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാല് ഇത്തവണ ചെയ്തതുപോലെ വെറുതെ സംസാരിച്ചൊന്നും വിടത്തില്ല. അതുകൊണ്ട് ഇനി മേലാൽ ഈ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മുടെ വക്കീലിനെ ഭീഷണിപ്പെടുത്തും. അതേസമയം ഇവിടെ ഓണറിനെ കാണിക്കുമ്പോൾ ഓണറിനാണെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലാണ് ഓണർ നടക്കുന്നത്. അങ്ങനെ ഓണർ ആണെങ്കിലും ഒരു സ്പായിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ചെയർമാനെ ഇങ്ങനെ കാണും. അങ്ങനെ അവനോട് പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ആ ഒരു ചെയർമാനും അവന്റെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഓണർ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെയർമാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു സുഹൃത്തുക്കളോടൊപ്പം തന്നെ ചേർന്ന് നമ്മുടെ ഓണറിനെ നല്ലതുപോലെ കളിയാക്കി. അതേപോലെ തന്നെ ഓണറിനോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അവൻ ഇപ്പൊ കിട്ടിയ ആ ഒരു പ്രോജക്റ്റ് അത് തനിക്ക് കിട്ടാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവനോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നതും നമ്മുടെ ഓണറിന് മനസ്സിലായി ഇവനോട് കൂട്ടുകൂടിയിട്ട് ഒരു കാര്യമില്ല. തന്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രോജക്റ്റ് പോകണ്ടെന്നുണ്ടെങ്കിൽ ഹീറോ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഓണർ അവന്റെ ആളുകളെ വിട്ട് ചോയ് എന്ന് പറഞ്ഞ അവനെ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് ഈ വേസ്റ്റ് എല്ലാം ഇടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് നല്ലതുപോലെ ചോയിനെ അടിക്കുകയാണ്. അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ചോയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല ഇവർ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കുന്നതെന്ന്. ഒരവസരത്തിൽ ചോയ് ആണെങ്കിലും പ്ലീസ് നിർത്ത്, ഞാൻ എന്താ നിങ്ങൾക്ക് ചെണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഓണർ പറയുന്നത്, ഓക്കെ ഇപ്പോഴാണ് കാര്യത്തിലേക്ക് വന്നത്. ശരി, നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ ഒരു സീരിയൽ കില്ലറിന്റെ കേസിലെ ആ ഒരു സ്കൂൾ പെൺകുട്ടികളെല്ലാം കടത്തിക്കൊണ്ടുപോയി കൊന്ന ആ ഒരു കേസിലെ പ്രതി നീയാണെന്ന് അങ്ങ് സമ്മതിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ചോയ് പറയും, അല്ല ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് മരണശിക്ഷ കിട്ടത്തില്ലേ, അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയും കുട്ടിയും തെരുവിൽ ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ ഓണർ പറയും, ഏയ് അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. നിന്നെ അറസ്റ്റ് ചെയ്ത് പോകുന്നതിന് മുന്നേ 1 കോടിയുടെ ഒരു ചെക്കാണിത്. ഇത് നീ നിന്റെ ഫാമിലിക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോയാൽ
നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് നീ പേടിക്കണ്ട, കാരണം ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു മരണശിക്ഷയും കിട്ടത്തില്ല. അപ്പൊ അവിടേക്ക് ചെന്നിട്ട് നീ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നീ ഒരു മാനസിക രോഗിയായിട്ട് അങ്ങ് അഭിനയിക്കുക. ഒരു മാനസിക രോഗിയെ ഒരിക്കലും തൂക്കിക്കൊല്ലത്തില്ല, അവന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഒരു മാനസിക രോഗി എത്ര വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും അവന് മരണശിക്ഷ കൊടുക്കത്തില്ല. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട എന്ന് ചോയിയോട് പറയുമ്പോൾ ചോയി ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിൽ അത് ശരിയാണ്. തന്റെ ഫാമിലിക്കും ഒരു കുഴപ്പം സംഭവിക്കത്തില്ല, കാരണം അവന്റെ ഭാര്യയാണെങ്കിലും മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ്, അതുപോലെ ചെറിയൊരു മകളും ഉണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതെ വേറെ വഴിയില്ലെന്നും പറഞ്ഞ് അവൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ചോയിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്, കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു കുറ്റവാളിയെ കിട്ടി, അത് മതി. മീഡിയ എല്ലാം നല്ലതുപോലെ അത് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് നമ്മുടെ ഹീറോയെ ഇപ്പോൾ ഓണർ വിളിക്കുന്നത്. കാരണം ഓണർ ഈ ഒരു കാര്യം ഹീറോയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഓണർ പറയുന്നതെല്ലാം ഹീറോ കേൾക്കേണ്ട ഒരു അവസ്ഥ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഓണർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെയർമാൻ തന്റെ എതിരാളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓണറിന് ഒരിക്കലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു ചെയർമാനെ താൻ കൊല്ലാൻ പോവാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചെയർമാനും ആ ഒരു വക്കീലും ഗോൾഫ് കളിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ വെച്ചിട്ട് നമ്മുടെ ഓണർ അവന്റെ ഒരാളെ പറഞ്ഞുവിടും. അങ്ങനെ അവനുമായിട്ട് എന്തോ വഴക്കുണ്ടാക്കി ആ ഒരു ചെയർമാൻ നേരെ അവന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരും അടിയുണ്ടാക്കുന്ന സമയത്ത് ആ ഒരുത്തൻ ഒരു കത്തി ഉപയോഗിച്ച് ചെയർമാന്റെ വയറിലേക്ക് ഒരു ഒറ്റക്കുത്ത്. അങ്ങനെ ചെയർമാനെ അവിടെ വെച്ച് തന്നെ കൊല്ലാണ്. അതുമല്ല നമ്മുടെ വക്കീലും ഈ ഒരു ചെയർമാനും ഇവര് രണ്ടുപേരും ഇവിടെ ഒന്നായിട്ട് നിൽക്കുന്നതും സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഓണർ അവന്റെ ആളോട് തന്നെ റെക്കോർഡ് ചെയ്ത് വരാനും പറയുന്നു. അതുപോലെ തന്നെ അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ മരിക്കാറായിട്ട് കിടക്കുന്ന നമ്മുടെ ചെയർമാനെ രക്ഷിക്കാനായിട്ട് അവന്റെ ആൾ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ വക്കീലാണെങ്കിലോ ചേട്ടാ ഇവനെ സഹായിച്ചിട്ട് എനിക്കെന്ത് കിട്ടാതാണ്, കാരണം ഇവനെതിരെയാണ് നമ്മുടെ വക്കീൽ വാദിക്കുന്നത്. പക്ഷെ മറ്റാരും അറിയാതെ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് നടക്കുന്നു വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വക്കീലിന് തന്നെയാണ് കേട്. അതുകൊണ്ട് വക്കീലൊന്നും കാര്യമാക്കാതെ അവിടെയുള്ള വണ്ടി എടുത്തിട്ട് അയാളെ സഹായിക്കാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു ചെയർമാൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ചോയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. അതുമല്ല അവന് ചോദ്യം ചെയ്ത് അവന് ശിക്ഷ വാങ്ങി കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു വക്കീൽ പോകണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു വക്കീലന്മാരെല്ലാം പിടിച്ചിരുത്തി അവരുടെ ചീഫ് ഇപ്പോ ആ ഒരു കേസ് കയ്യിൽ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു വക്കീലിനാണ്. ചേട്ടാ മരത്തലൻ ചീഫേ, ആൾറെഡി നമ്മുടെ വക്കീലും ഹീറോ ആയിട്ട് ഒരു പ്രശ്നത്തിലാണ്. അതിനിടയിൽ ഹീറോ കൊണ്ടുവന്ന ആ ഒരു കേസ് വക്കീൽ തന്നെ വാദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാലോചിച്ച് ഇനിയിപ്പോ തന്റെ ചീഫ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴിയില്ലല്ലോ ചെയ്തിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അതിനെ സമ്മതിച്ചിട്ട് നമ്മുടെ വക്കീൽ നേരെ അവന്റെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന് വേണ്ടിയിട്ട് അവിടെ ഒരു ടെസ്റ്റ് കാത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓണറിനെ ആൾറെഡി തന്നെ അറിയാം ചെയർമാൻ ഈ ഒരു വക്കീലിന് പണം കൊടുത്ത് വക്കീലിനെ തന്റെ കയ്യിലാക്കി വെച്ചിരിക്കുകയാണെന്ന്. അതുമല്ല ഇപ്പോഴാണെങ്കിലോ നമ്മുടെ ഓണർ പറഞ്ഞു വിട്ട ആ ഒരാളാണ് ചെയർമാനെ കൊന്നതെന്നും വക്കീലിന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് നമ്മുടെ വക്കീലിനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി വക്കീലും ചെയർമാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവരെവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഇതെല്ലാം ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് അത് നമ്മുടെ വക്കീലിന് അയച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വക്കീൽ ആ ഒരു ഓണറിനെതിരായിട്ട് ഒരു കാര്യം സംസാരിക്കത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം. വേറെ ഒന്നുമല്ല, ചോയ് എന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് ഒരു കൊലയാളി എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ ഓണർ ഹീറോയ്ക്ക് ഒരു ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഹീറോയെ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ചെയർമാനെ കൊല്ലുന്നു. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. ഇത് കാരണം ഹീറോ ഓണറിനെ ഒരിടത്തേക്ക് വിളിച്ചെടുത്തിട്ട് എടാ പേരക്കത്തലയാ, ഒരു കാര്യം നിന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതും വെച്ചിട്ട് എന്റെ തലയിൽ കയറി ചെസ് കളിക്കാൻ പോകുന്നു, നിന്നെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഓണറിനെ പിടിച്ച് നല്ലതുപോലെ അവിടെ ഇട്ട് അടിക്കും. ഓണറെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കാലി തൂക്കി തറയിൽ അടിക്കുമെന്ന് പറയല്ലോ, ആ ഒരു രീതിയിൽ പൊക്കിയെടുത്ത് താഴേക്കിട്ട് ഇനി എന്റെ പുറകെ വന്നു കഴിഞ്ഞാല് എന്നും പറഞ്ഞ് നമ്മുടെ ഓണറിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഹീറോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓണർ ആണെങ്കിൽ ഇത്രയും സഹായം ചെയ്തിട്ടും ഓണറിനെ അടിച്ചിട്ട് ഇതുപോലെ തന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ആളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഹീറോ കാരണം ഓണറിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണർ ഇനി കളിക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, അവൻ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ചോയുടെ ഭാര്യയ്ക്ക് 1 കോടി രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിരുന്നല്ലോ, ആ ഒരു ചെക്ക് ഇവന്റെ ആളുകളെ തന്നെ വിട്ട്, ചോയുടെ ഭാര്യയാണെങ്കിൽ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെക്കും വാങ്ങി അവരങ്ങ് പോകുന്നു. അതുപോലെ രണ്ടാമതായിട്ട് നമ്മുടെ ചോയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാന്ന് അവ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു വക്കീലിനെ അവ ഏർപ്പാടാക്കുന്നില്ല, പകരം വേറെ ഏതൊരു വക്കീലാണ് ചോയ്ക്ക് വേണ്ടി വന്ന് വാദിക്കാൻ പോകുന്നത്. ആ ഒരു സമയത്താണ് ചോയ്ക്ക് തന്നെ മനസ്സിലാവുന്നത് ഇത് തന്റെ വക്കീലല്ലാന്നും തനിക്ക് എന്തായാലും മരണശിക്ഷ കിട്ടുമെന്നും. ചോയ് മനസ്സിലാകുന്ന സമയത്ത് ചോയ്ക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേറെ ഒന്നല്ല, ആ ഒരു വക്കീൽ കയറി വരുമ്പോൾ ചോയ് പറയുന്നുണ്ട്, സാർ ഓണർ പറഞ്ഞതുപോലെ എല്ലാം റെഡിയല്ലേ, നമുക്ക് എപ്പോഴാണ് സൈക്കാട്രിക് ടെസ്റ്റിന് വേണ്ടി പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വക്കീൽ പറയും, എന്ത് ടെസ്റ്റിനോ, എനിക്ക് കുറച്ച് പണം മാത്രമേ കിട്ടുന്നുള്ളൂ, അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കേസ് തീർക്കാൻ നോക്കുമ്പോൾ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ചോയ്ക്ക് ആ ഒരു അബദ്ധം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ചോയ് നല്ലതുപോലെ പേടിച്ചിട്ട് ആ ഒരു വക്കീലിനെ പിടിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പോലീസുകാർ വന്ന് ചോയിനെ പിടിച്ചുകൊണ്ട് മറ്റൊരു റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ആ ഒരു സമയത്ത് നമ്മുടെ വക്കീലാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അതേ സമയം തന്നെ ചോയ് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എന്നെ ചതിച്ചതാണ് ആ ഒരു ഓണർ, അവനെ പിടിച്ച് ചോദിച്ചു
കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ വക്കീല് ഓണറോ അവനും ഇവനും തമ്മിൽ എന്താ ബന്ധം, ഒരുപക്ഷെ അവൻ ഈ ഒരു കേസിൽ എന്തെങ്കിലും ചെയ്താണോ എന്നുള്ള രീതിയിൽ നമ്മുടെ വക്കീൽ ഇപ്പോ ഓണറിനെ സംശയിക്കാൻ തുടങ്ങാണ്. അങ്ങനെ നമ്മുടെ വക്കീൽ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ അസിസ്റ്റന്റിനോട് പറയും, ഓക്കെ ഓണറിന്റെ ഫോൺ കോൾ റെക്കോർഡർ ഉണ്ടല്ലോ അതെല്ലാം എടുത്തോണ്ട് വാ, എനിക്കൊരു പാർട്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പൻ അയാള് ഈ ഒരു സൊസൈറ്റിയിൽ തന്നെ കുറച്ച് വലിയൊരാളാണ്. അപ്പൊ അയാൾ നടത്തുന്നത് പാർട്ടിയിൽ നമ്മുടെ വക്കീൽ പോയി പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ അയാള് ആ ഒരു ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വക്കീലിനെ കാണാനായിട്ട് അതിന് വെളിയിൽ വരികയാണ്. അങ്ങനെ ആ ഒരു റെക്കോർഡുകളെല്ലാം എടുത്തോണ്ട് വന്നിട്ട് ഓഫീസിലിരുന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇതിൽ ഓണർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ ഹീറോയും ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ചോയിനെ അറസ്റ്റ് ചെയ്യുന്ന 5 ദിവസങ്ങൾക്ക് മുന്നേ ഹീറോയുടെ ഫോണിൽ നിന്നും ഇതേപോലെ ഓണറിന്റെ ഫോണിലേക്ക് ഒരുപാട് കോൾ പോയിട്ടുണ്ടെന്ന കാര്യം നമ്മുടെ വക്കീൽ മനസ്സിലാക്കുന്നതും എന്തായാലും ഈ ഒരു കേസ് തീർത്ത് നല്ലവനാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ തന്നെ ഓണറിനെ വിട്ട് പാവൻ ചോയിനെ അറസ്റ്റ് ചെയ്ത് ഇല്ലാത്ത കേസ് അവന്റെ തലയിൽ കെട്ടിവെക്കാണെന്ന് വക്കീൽ മനസ്സിലാക്കി. അങ്ങനെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വക്കീല് അന്ന് രാത്രി തന്നെ ജയിലിലേക്ക് പോയിട്ട് ചോയ് ഉണ്ടല്ലോ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലോ എന്തായാലും പെട്ടുപോയി, ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നുള്ള രീതിയിൽ അവനായാലും നമ്മുടെ വക്കീലിനോട് എല്ലാ സത്യങ്ങളും പറയുന്നത് ഇതേപോലെ ഓണറാണ് തന്നെ ഭീഷണിപ്പെടുത്തി അടിച്ച് ഈ ഒരു കാര്യം സമ്മതിപ്പിച്ചതെന്ന്. അതുമല്ല ഇതിലെന്തായാലും ഹീറോ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആൾറെഡി തന്നെ നമ്മുടെ വക്കീലിന് അറിയാം. അതുമല്ല നേരത്തെ തന്നെ ഹീറോയുടെ ദേഷ്യമുണ്ട് എങ്ങനെയെങ്കിലും അവനോട് പ്രതികാരം ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വെച്ച് ഹീറോയ്ക്ക് പണി കൊടുക്കാന്ന് നമ്മുടെ വക്കീലും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നേരെ തന്റെ ചീഫിനോടൊന്ന് പറയുമ്പോഴത്തേക്കാണ് ചീഫ് പറയുന്നത്, ഹേയ് കഴിഞ്ഞുപോയ കാര്യത്തിൽ വീണ്ടും എന്തിനെങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും പോലീസുകാർ കൊലയാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ വാദിച്ച് അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലാതെ ഇവനല്ല വേറൊരുത്തനാണ് കൊലയാളി, പോലീസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇനി അതിൽ കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് വക്കീലിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. പക്ഷെ ഇത് നമ്മുടെ വക്കീൽ ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഒരു റിപ്പോർട്ടറെ പോയി കണ്ടിട്ട്, ഈ ന്യൂസിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറെ പോയി കണ്ടിട്ട് അയാൾക്ക് അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടുത്ത ദിവസം തന്നെ ന്യൂസിൽ ഇതേപോലെ പോലീസുകാർ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുള്ളത്, അവർ ഈ ഒരു കേസിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആ ഒരു റിപ്പോർട്ടർ പുറത്തു വിടുന്നതും ഇപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കാര്യം എന്തായാലും നമ്മുടെ ഹീറോയും കണ്ടു. ഓക്കെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ഇടയ്ക്ക് ഈ ഒരു വക്കീൽ എന്തിനാണ് കയറി വരുന്നത്, അവനെ എന്തായാലും വിളിച്ചിട്ട് കുറച്ച് ഭീഷണിപ്പെടുത്തി തന്റെ വശത്തേക്ക് ചേർക്കാന്ന് പറഞ്ഞ് ഹീറോ വക്കീലിനെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്താണ്. എന്നിട്ടാണ് നമ്മുടെ ഹീറോ ഒരു ഫോട്ടോ കാണിക്കുന്നത്, വേറെ ഒന്നല്ല നമ്മുടെ ഓണർ ആൾറെഡി മരിച്ചുപോയ ചെയർമാനും നമ്മുടെ വക്കീലും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എല്ലാം നമ്മുടെ വക്കീലിന് അയച്ചു കൊടുത്തിരുന്നല്ലോ. ആ ഒരു ഫോട്ടോ ഇപ്പോ ഹീറോ എടുത്തിട്ട് വക്കീലിനെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇത് കണ്ട് പേടിക്കുമെന്നാണ് നമ്മുടെ ഹീറോ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഫോട്ടോ കണ്ട് അത് കണ്ട് പേടിച്ച് ഏകദേശം 2-3 മാസം കഴിഞ്ഞു എന്ന് ഹീറോയ്ക്ക് അറിയത്തില്ലല്ലോ. എന്നിട്ട് നമ്മുടെ വക്കീൽ ഹീറോ എന്നൊക്കെ പറയും, ഓക്കെ ശരി നിനക്ക് കാണിക്കാനുള്ള എല്ലാം കാണിച്ചല്ലോ, കാണിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ പേടിച്ചത് പോലുമില്ല, ഇനി ഞാൻ ഒരു കാര്യം കാണിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ആ ഒരു ഓണറും തമ്മിൽ സംസാരിച്ച ആ ഒരു ഫോൺ കോൾ റെക്കോർഡുകൾ അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് തന്റെ കയ്യിലുള്ള ആ ഒരു റെക്കോർഡ് ഫയലുകൾ എല്ലാ കാര്യങ്ങളും ഹീറോയുടെ കയ്യിലെടുത്ത് കാണിക്കുന്നതും എടാ മോനെ പെട്ടുപോയി, വേലിയിലൂടെ എഴഞ്ഞുപോയ പാമ്പിനെ പിടിച്ച് ജെട്ടിക്കകത്തിട്ട അവസ്ഥയായി പോയി ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്ന് വിട്ട് കൊന്നവഴിങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ചോയ് എന്ന് പറഞ്ഞ അവനെ കൊല്ലാം, കാരണം അവൻ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യിച്ചത് ഞാനാണെന്ന് അവൻ എല്ലാവരോടും പറയും. അല്ലെങ്കിൽ ആ ഒരു ഓണർ മുഖേന എന്തായാലും ഞാനാണ് ചെയ്യിച്ചതെന്ന് എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് ചോയിനെ കൊന്നു കഴിഞ്ഞാൽ വേറെ ആരും ഒരു കാര്യം അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നേരത്തെ തന്നെ നമ്മുടെ ഓണറിനെ നല്ലതുപോലെ അവിടെ ഇട്ട് അടിച്ചല്ലോ, എന്നിട്ട് വീണ്ടും ഓണറിനെ വിളിച്ചിട്ട് ഇതുപോലെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ചോയെ കൊല്ലാൻ വേണ്ടി ഓണറിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓണർ ആയാലും ഇതിന് സമ്മതിക്കും. പക്ഷെ ഈ ഒരു നത്തിനെ പോലെ മോന്തയുള്ള ഇവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ആയിട്ട് സംസാരിക്കുന്ന ആ ഒരു കോള് അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാന്ന് അവ ഏറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലിനകത്തേക്ക് ആ ഒരു ചെയർമാനെ കൊല്ലാനായിട്ട് ഒരു തന്നെ പറഞ്ഞു വിടല്ലോ, അവനെ ഇപ്പോ ഒരു ജയിൽ കുറ്റവാളിയാക്കി മാറ്റി നേരെ ചോയ് കിടക്കുന്ന ആ ഒരു സെല്ലിയെ കൊണ്ടിടുന്നതും അന്ന് രാത്രി തന്നെ അവൻ ചോയെ കൊല്ലുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ചോയ് ഇപ്പോ ആ ഒരു സെല്ലിനകത്ത് തൂങ്ങി മരിച്ചതായിട്ട് ഇവർ മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ഈ ഒരു കാര്യങ്ങളെന്ന് നമ്മുടെ വക്കീലിനാണെങ്കിൽ ആകെ ദേഷ്യമായി. കാരണം ഈ ഒരു പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ പിടിച്ച് ജയിലിനകത്ത് കൊണ്ടുവരിക അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ആ ഒരു കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതല്ല ഇതിനകത്തുള്ള ആ ഒരു വക്കീലാണ്. അപ്പോൾ വക്കീലിന്റെ മേൽനോട്ടത്തിലാണ് ആ ഒരു കുറ്റവാളിയെ നോക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ആ ഒരു കുറ്റവാളി മരിക്കും എന്ന് പറയുമ്പോൾ വക്കീലിന് എങ്ങനെ ഉണ്ടാവും? അതുമല്ല ആ ഒരു ദേഷ്യം കാരണം അവിടെ കിടന്ന് ആലറി വിളിച്ച് ചുറ്റിന് നോക്കുമ്പോഴത്തേക്കാണ് സെല്ലിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ചെയർമാനെ കൊന്ന അതേ ഒരുത്തൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ വക്കീൽ കാണുന്നതും വക്കീൽ നേരത്തെ തന്നെ ഇവനെ കണ്ടതുകൊണ്ട് വക്കീൽ നല്ലതുപോലെ തന്നെ അറിയാം. ഓക്കെ അപ്പോ സ്റ്റോറി ഇങ്ങനെയാണല്ലേ പോകുന്നത്, അവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് എനിക്കിട്ട് പണിയാൻ പോവാണ്. ഒരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കീൽ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇന്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയെ വന്ന് ചോദ്യം ചെയ്തിരുന്നല്ലോ. അവർക്കിപ്പോ നമ്മുടെ ഹീറോ ചെയ്ത ആ ഒരു തെറ്റുകൾ, ഹീറോയുടെ ടീമിലുള്ള ആളുകൾ ചെയ്ത എല്ലാ തെറ്റുകൾ ഇതെല്ലാം അവർക്ക് അയച്ചു കൊടുത്ത് ഹീറോയുടെ സഹോദരി അവന്റെ ടീമിൽ ബാക്കിയുള്ള എല്ലാവരും ഇവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയുന്ന നമ്മുടെ ഹീറോ ഒക്കെ ആണെങ്കിലോ ഇനിയിപ്പോ ഇതിൽ നിന്ന്
നിന്ന് ഊരാനായിട്ട് വേറെ വഴിയില്ല. കാരണം ആ ഒരു വക്കീല് ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഹീറോയ്ക്ക് ഹീറോയുടെ സഹോദരിനെയും അതേപോലെ തന്നെ തന്റെ ടീമിലുള്ള ആരെയും പുറത്തിറക്കാൻ കഴിയുന്നില്ല. അതിന് ഇപ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ആ ഒരു വക്കീലിന്റെ കാല് പോയി പിടിക്കുക. ഓക്കെ, എന്തായാലും അതിന് നമ്മുടെ ഹീറോ തയ്യാറാണ്. ഒരു മനുഷ്യൻ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ഏത് ലെവലിൽ വരെ ഇറങ്ങി പോകുന്നതാണ് ഈ ഒരു സീനിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഹീറോ ആണെങ്കിലും വക്കീലിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചെടുത്തിട്ട് ഓക്കെ, ഈ ഒരു പ്രശ്നം ഇതോടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സോറി പറഞ്ഞ് അവന്റെ ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇട്ടിരിക്കുന്ന ഷർട്ട് പാന്റ് ഇതെല്ലാം ഊരി ആ ജെട്ടി പുറത്ത് നമ്മുടെ വക്കീലിന്റെ മുന്നിൽ കുനിഞ്ഞിരുന്ന് അതേപോലെ സോറി ചോദിക്കുന്നതും, ഇത്രയും ചെയ്ത ഒരാൾ സോറി ചോദിക്കുമ്പോൾ എന്തായാലും ക്ഷമിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വക്കീല് ഓക്കെ ശരി, നിന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ടോ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയുന്നതും അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ സഹോദരിയുടെ ഫാമിലി, അവന്റെ ടീം, ഇവരെല്ലാവരും ജയിലിൽ നിന്ന് നമ്മുടെ ഹീറോ ഇറക്കിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനില് ചോയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അവിടെ നമ്മുടെ ഹീറോയും ഡോൺലിയും ഉണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരോടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ ആ ഒരു ഓണർ ഉണ്ടല്ലോ അവനിങ്ങനെ വിളിക്കുന്നു. പക്ഷെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ഫോൺ എടുക്കുന്നില്ല. അതേസമയം നമ്മുടെ ഡോൺലി ആണെങ്കിലും ഒരുപാട് നാളായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹീറോയെ വിളിക്കുന്നു. പക്ഷെ ഹീറോ ഇവരിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ, അതുകൊണ്ട് തന്നെ താൻ അറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് തന്നെ ഓപ്പൺ ആയിട്ട് ഡോൺലി ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഹേയ് നിങ്ങൾ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു, വെറുതെ അങ്ങനെ സംശയിക്കാതെ എന്നുള്ള രീതിയിൽ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. വെളിയിലേക്ക് വരുമ്പോൾ ചോയ് എന്ന് പറഞ്ഞ അവന്റെ ഭാര്യയും കുട്ടിയും ആ മഴയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ തന്റെ സ്വയലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പാവത്തിനെ ബലി കൊടുത്തെന്നുള്ള രീതിയിലുള്ള ഒരു കുറ്റബോധം നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോൺലിയുടെ കയ്യിൽ കുറച്ച് പണം കൊടുത്തിട്ട് ശരി നീ ആ ഒരു പണം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിട്ട് വാ എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഡോൺലി ആ ഒരു പണവും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഹീറോ പെട്ടെന്ന് ഓണറിനെ വിളിച്ചിട്ട് അല്ല എന്താ വിളിച്ചെന്നുള്ള കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് ഓണർ പറയുന്നത്, വേറെ ഒന്നുമല്ല, എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, തലമെല്ലാം എടുത്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു ഓഫീസർ വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റുള്ള രീതിയിലാണ് നിങ്ങൾ കെട്ടാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആളാരാണെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് നിനക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് നീ ഒന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ആക്കി തന്നു കഴിഞ്ഞാല് എന്നുള്ള രീതിയിൽ നമ്മുടെ ഓണർ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി അതിനെന്താ, അതൊക്കെ ചെയ്തു തരാം, പക്ഷെ അതിനു മുന്നേ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, അതുകൊണ്ട് നീ നിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ആ ഒരു ടെറസിന് മുകളിലെ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് നമ്മുടെ ഡോൺലിയോട് പറയും, ശരി നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് എന്തായാലും തിരിച്ചു വരാമെന്നും പറഞ്ഞ് നമ്മുടെ ഡോൺലി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹീറോ മാത്രം അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഓണർ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്കെതിരായിട്ട് ഓണറിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളാണുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. വേറെ ഒന്നുമല്ല, ഹീറോ സംസാരിക്കുമ്പോഴത്തേക്ക് റെക്കോർഡ് ചെയ്ത ആ ഒരു വോയിസ്, അതേപോലെ തന്നെ ചോയെ ആ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയിട്ട് ഇവര് കുറ്റം സമ്മതിപ്പിച്ചല്ലോ, ആ ഒരു സമയത്ത് അതെല്ലാം അവരൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ ഒരു കാര്യം ഇതെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ഹീറോ, ഷെടാ ഇവനൊരു സാധാരണ ആളാണെന്ന് വിശ്വസിച്ചല്ലോ, ഇപ്പൊ പണി കിട്ടിയതല്ല എനിക്ക്, ഓക്കെ നിനക്കിപ്പോ എന്ത് വേണം, ആ ഒരു ഓഫീസറിനോട് പോയി സംസാരിച്ച് ആ ഒരു പ്രോജക്റ്റ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി തരണം, അത്രമാത്രമല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓഡിയോ ഇതെല്ലാം കാണിച്ചിട്ട് വെറുതെ തന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് ഞാൻ എന്തായാലും സംസാരിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്നും നേരെ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ അതുവഴി താഴേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഹീറോ താഴേക്ക് വരുന്നതും ആ ഒരു ഓണറിന്റെ കൂടെ ഉള്ളൊരു സഹായിയുണ്ട്, അവൻ പതിയെ ആ ഒരു ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുന്നു. അവൻ മുകളിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മുടെ ഓണർ ആയാലും പതിയെ ആ ഒരു ലിഫ്റ്റിൽ കയറി താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു ലിഫ്റ്റ് പെട്ടെന്ന് പൊട്ടി നല്ല വേഗതയിൽ താഴേക്ക് വീണ് ഓണർ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. അപ്പോൾ ഇതൊരു സാധാരണ രീതിയിൽ നടന്ന സംഭവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഹീറോ തന്നെ പ്ലാൻ ചെയ്ത കാര്യമാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഓണറിന്റെ ഒരു സഹായി മുകളിലേക്ക് പോയിരുന്നല്ലോ, അവനെ കാണുന്നതും ഹീറോ പെട്ടെന്ന് അവനെ പിടിച്ചെടുത്തിട്ട് അല്ല എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് ഓണറിന്റെ കൂടെ തന്നെ നീ ജോലി ചെയ്തിട്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഒരു അടിമയെ പോലെ ഇങ്ങനെ കഴിയുന്നത്, എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാല് നിന്റെ ഓണറിന്റെ സ്ഥാനം നിനക്ക് തന്നെ കിട്ടും എന്നും പറഞ്ഞ് ആ ഒരു സഹായിയെ മനസ്സ് മാറ്റുന്നതും ആ ഒരു സഹായി മുകളിലേക്ക് ചെന്ന് ആ ഒരു ലിഫ്റ്റിന്റെ വയറും കട്ട് ചെയ്ത് വിടുന്നു. അങ്ങനെയാണ് നമ്മുടെ ഓണർ അവിടെ വെച്ച് മരിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ആ ഒരു സഹായിയാണെങ്കിൽ നേരെ താഴേക്ക് വന്നിട്ട് ഓക്കെ താങ്ക്സ് എന്നെല്ലാം പറഞ്ഞ് ഹീറോയോട് സംസാരിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോ ഹീറോ ഇപ്പൊ അടുത്തൊരു കാര്യം ആലോചിക്കാണ്. വേറെ ഒന്നല്ല, ഇവനിപ്പോ വെറുതെ വിട്ടു കഴിഞ്ഞാലേ നമ്മുടെ ഓണർ ചെയ്ത കാര്യം, ഹീറോയെ പറ്റിയുള്ള കാര്യം അതെല്ലാം ഇവനും അറിയാം. അതെല്ലാം വെച്ചുകൊണ്ട് വീണ്ടും ഇവൻ ഹീറോയ്ക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാല് അത് പിന്നെയും പ്രശ്നമാവും. അതുകൊണ്ട് ഇവനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിലെ 2 പോലീസുകാര് കൊലയാളിയെന്ന് സംശയിച്ച ഒരു തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നല്ലോ, അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് നമ്മുടെ ഹീറോ ഒരു സീനിൽ എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു തോക്ക് എടുത്ത് ഇവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ ഡോൺലി പെട്ടെന്ന് അവിടേക്ക് വരാണ്. അപ്പൊ ഇത് കാണുന്ന ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, എടാ നിനക്ക് ആ ഒരു റൗണ്ട് അപ്പ് അടുത്ത പാർട്ടിലും എല്ലാം പോയി അഭിനയിച്ചാൽ പോരായിരുന്നു, നീ എന്തിനാണ് ഈ ഒരു സീനിലേക്ക് കയറി വന്നത് എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോ ആ ഒരു സഹായി പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് ഹീറോയുടെ നെറ്റിയിലേക്ക് ഒരു ഒറ്റ വിട്ട്
അപ്പോഴേ ഹീറോ പെട്ടെന്ന് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഡോൺലി വീണ്ടും വന്ന് ഹീറോയെ തടഞ്ഞിട്ട്, സാർ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ, അവന് ഷൂട്ട് ചെയ്യണം, അവനെ ഞാൻ കൊല്ലാം, വെറുതെ അവനെ കൊന്നിട്ട് ആ ഒരു രക്തക്കറ നിങ്ങളുടെ കയ്യിലാക്കണ്ട എന്നും പറഞ്ഞിട്ട് ഹീറോയെ തടഞ്ഞു വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോൺലി. പക്ഷെ ഹീറോ ആണെങ്കിലോ ഇല്ലില്ല, അവനെ ഞാൻ തന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഒരവസരത്തില് നമ്മുടെ ഡോൺലി ആണെങ്കിലും ഹീറോയെ പൊക്കിയെടുത്ത് താഴേക്ക് ഒരു ഒറ്റയടി. ആ ഒരു അടിയിൽ ഹീറോയുടെ കയ്യിലിരുന്ന ആ ഒരു തോക്ക് അറിയാതെ ഫയർ ആയിട്ട് നമ്മുടെ ഡോൺലിയുടെ കഴുത്തിലേക്ക് ബുള്ളറ്റ് കയറുന്നു. അങ്ങനെ ഡോൺലി ആണെങ്കിലും പെട്ടെന്ന് താഴെ വീഴുന്നതും അത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും ഒരുപാട് നേരം അവന്റെ അടുത്ത് തന്നെ കിടന്ന് കരയാണ്. കാരണം തന്റെ സുഹൃത്തിന് തന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊന്നെന്നും പറഞ്ഞിട്ട് ആ ഒരു കുറ്റബോധത്തോടെ ഹീറോ അവിടെ കിടന്ന് കരയാണ്. ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒരു പ്രശ്നങ്ങളെല്ലാം തീർക്കണമല്ലോ. അതുകൊണ്ട് ഹീറോയെ പേടിച്ച് ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ആ ഒരു സഹായി അങ്ങനെ എഴുന്നേറ്റ് ആ ഒരു സഹായി അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊന്ന് അടുത്തത് ആ ഒരു സഹായിയുടെ കയ്യിലുള്ള ആ ഒരു കത്തി ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഡോൺലിയുടെ നെഞ്ചിലേക്ക് ഒരുപാട് തവണ ഇങ്ങനെ കുത്തിയിട്ട് ആ ഒരു കത്തി അവിടെ വെച്ച് അതേപോലെ തന്നെ ആ ഒരു തോക്കുണ്ടല്ലോ ആ തോക്കിലെ ഫിംഗർ പ്രിന്റ് അതെല്ലാം തുടച്ചു കളഞ്ഞിട്ട് ആ ഒരു തോക്കും അവിടെ ഇട്ട് ഇവര് രണ്ടുപേരും കൂടി പരസ്പരം അങ്ങോട്ട് കേട്ട് ഫൈറ്റ് ചെയ്ത് മരിച്ചതാണെന്ന് വരുത്തി തീർത്ത് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ന്യൂസിൽ നമ്മുടെ ഹീറോ വിചാരിച്ചതുപോലെ തന്നെയാണ് വരുന്നത്. അതുമല്ല ആ ഒരു സീരിയൽ കില്ലർ കേസ് അതും ഹീറോ നല്ലതുപോലെ തന്നെ തീർത്തത് കൊണ്ട് ഹീറോയ്ക്ക് ഇപ്പോ ഒരു പ്രൊമോഷൻ കൊടുക്കാണ്. ഇത്രയും കാലം അവന് കിട്ടിയില്ലായിരുന്നു. ഇപ്പോ ഹീറോയും ഹീറോയുടെ ചീഫും ബാക്കി എല്ലാവരും ഒത്തു കളിച്ചതുകൊണ്ട് ഈ ഒരു കേസ് അവസാനിപ്പിച്ച് ഹീറോയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷന് റെഡിയായി. അങ്ങനെ ഹീറോ ആ ഒരു ഫംഗ്ഷന് പോകുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മരിച്ചുപോയ ഡോൺലിക്ക് വേണ്ടി ആ ഒരു ഫ്യൂണറല് അവരുടെ വീട്ടിൽ നടക്കാണ്. അപ്പൊ ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഇവിടെ തങ്ങളുടെ ടീമിൽ ഒരാൾ മരിച്ചിട്ട് ഹീറോ ഇതേപോലെ ആ ഒരു ഫംഗ്ഷന് പോയേക്കുന്നു, എന്താ നമ്മുടെ ഹീറോയ്ക്ക് സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഡോൺലി ഹീറോയുടെ അടുത്ത് ഇന്നലെ രാത്രി പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതിന് മുന്നേ തന്നെ ഇവരുടെ ടീമിലുള്ള ഒരുത്തനെ ഇതേപോലെ ഞാൻ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഓണറിനെ പറ്റിയുള്ള പല കാര്യങ്ങളും എനിക്കറിയണം, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കാനും അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെസ്സേജ് അയച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഡോൺലിയുടെ ഒരു വിവരമില്ലായിരുന്നു. പിന്നീട് അടുത്ത ദിവസം കാണുന്നത് ഡോൺലി മരിച്ചെടുക്കുന്നതാണ്. അതുമല്ല എപ്പോഴും ആ ഒരു ഓണർ ഉണ്ടല്ലോ അവന്റെ കൂടെ മറ്റൊരു സഹായി എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവനാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ എവിടെയും കാണാനില്ല. ഒന്നുകിൽ അവന് വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ടീമിലുള്ള എല്ലാവരും എന്തായാലും അവനെ അന്വേഷിച്ച് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ അവനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ അടിച്ച് അവനോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കാണ് അവൻ നടന്ന സത്യങ്ങളല്ലേ ഇവരോട് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മുടെ ഹീറോ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഓണറിനെ കാണാനായിട്ട് വന്നിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഓണർ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു സഹായിയാണെങ്കിൽ കുറച്ച് മുകളിലായിട്ട് മാറി നിന്ന് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡും ചെയ്യുന്നു. പക്ഷെ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞ ആ ഒരു ഓണറിന്റെ കൂടെ വന്ന മറ്റൊരു സഹായി അവനെ കൊല്ലുന്ന കാര്യം, നമ്മുടെ ഡോൺലി ഹീറോയും തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് ഹീറോ ഡോൺലിയെ കൊല്ലുന്ന ആ ഒരു കാര്യം ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോ ഹീറോയുടെ ആ ഒരു ടീമിന് കാണിച്ചു കൊടുക്കുന്നതും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഇവരുടെ കൂടെയുള്ള ഒരാളെ തന്നെ കൊന്നിട്ട് ഹീറോ ആ ഒരു പ്രൊമോഷനും വാങ്ങി നല്ല രീതിയിൽ നടക്കുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരിക്കലും സഹിക്കത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നേരെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരേ സമയം നമ്മുടെ ഹീറോയുടെ ഓഫീസിലും അതേപോലെ തന്നെ വക്കീലിന്റെ ഓഫീസിലും കുറച്ച് റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുന്നു. രണ്ടുപേരും അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിംഗ് സീനില് ആ രണ്ട് പോലീസുകാരിൽ സംസാരിക്കുമ്പോൾ അതിലൊരു പോലീസ് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇതേപോലെ ആ ഒരു പുഴയിൽ നിന്ന് കിട്ടിയ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് കൊലയാളിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രക്തം ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൽ നനഞ്ഞതുകൊണ്ട് അതിന്റെ DNA റിസൾട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമെന്ന്. ആ ഒരു റിസൾട്ട് ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു DNAയും അതേപോലെ തന്നെ ഇപ്പോ ജയിലിൽ ഇവര് പിടിച്ചുകൊണ്ടുപോയ ചോയ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ DNA വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഓഹോ അത് രണ്ടും മാച്ച് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോയ് എന്ന് പറഞ്ഞ് ആ പാവത്തിനെ പോലെ നടന്ന അവൻ തന്നെയാണ് ഈ ഒരു സ്കൂൾ പെൺകുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയി ഇതേപോലെ പലയിടങ്ങളിൽ വെച്ച് കൊല്ലുന്നത്. പക്ഷെ അവനാണെങ്കിലോ അവന്റെ വയ്യാത്ത ആ ഒരു ഭാര്യയെ വെച്ച് ലാസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടിയെ കൊല്ലുന്ന സമയത്ത് അവൻ മറ്റൊരിടത്താണെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും യഥാർത്ഥ സീരിയൽ കില്ലറിനെ തന്നെയാണ് ഇവര് ജയിലിൽ കൊണ്ടുപോയിട്ട് അവസാനം കൊന്നിട്ടുള്ളത്. അതിലെന്തായാലും കാണുന്നത് നമുക്ക് ഒരു ആശ്വാസമുണ്ട്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് പറ്റിയൊരു അബദ്ധം. അവനെ പിടിച്ചോണ്ട് പോയിട്ട് കുറച്ച് നാള് എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നതെങ്കിൽ അവനാണ് കൊലയാളിയെന്ന് തെളിഞ്ഞ് അവന് ശിക്ഷയും കിട്ടി ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാവരും അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് പരസ്പരം കളിച്ച് ഇപ്പൊ അവസാനം ഹീറോയ്ക്ക് അത്ര അടുത്ത ഒരു സുഹൃത്ത് നമ്മുടെ ഡോൺലി ഒരു ആവശ്യമില്ലാതെ മരിക്കുകയും ചെയ്തു. ഹീറോയുടെ കൂടെയുള്ളവർ തന്നെ അവനെതിരായിട്ട് ഇപ്പൊ പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ ഹീറോ ആയാലും ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കി തന്റെ ടീം തനിക്കെതിരെ തിരിഞ്ഞെന്ന് ഇപ്പോഴും ഹീറോയ്ക്ക് അറിയത്തില്ല. പക്ഷെ തന്റെ കൂട്ടുകാരൻ നമ്മുടെ ഡോൺലി അവൻ മരിച്ച ആ ഒരു വിഷമത്തില് ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് ഇങ്ങനെ കരയാണ്. അതും തന്റെ കാറിലിരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് അതിനെതിർവശത്തായിട്ട് മറ്റൊരു കാർ വരുന്നു. ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ടീമിലുള്ള ആളുകൾ ആ ഒരു ഓണറിന്റെ ഒരാളെ പിടിച്ച് ചോദ്യം ചെയ്തിരുന്നല്ലോ അവൻ തന്നെയാണ്. അവൻ അങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി ഹീറോയെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അവൻ കാർ എടുത്തിട്ട് പോകുന്നതും ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് രക്തം പോയി. ഹീറോ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കാണ്.
എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു അവസരത്തില് ഹീറോയുടെ കൂടെയുള്ള ടീമിലുള്ള ഓരോരുത്തരായിട്ട് വന്ന് ഹീറോയെ ചെയ്ത ആ ഒരു തെറ്റുകളെല്ലാം പറഞ്ഞ് ഹീറോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ തോളിലുള്ള ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ, ആ ഒരു പ്രൊമോഷൻ കിട്ടി, ആ ഒരു സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇത് നിനക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് അതും വലിച്ചൂരി അവരെല്ലാവരും ഹീറോയെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് നടന്നു പോകുന്നതും ഹീറോ മരിക്കുന്നതിന് മുന്നേ തന്നെ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും ഒരു വട്ടം കൂടി ഒന്ന് ആലോചിച്ച് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി പറയും, ഞാൻ ഇത്രയും നേരം ഹീറോ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കഥാപാത്രത്തെ ഹീറോ എന്ന് വിളിക്കണോ അതോ വില്ലൻ എന്ന് വിളിക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.